കഴിഞ്ഞ സെപ്റ്റംബർ 1 മുതൽ ഇതുവരെ എന്തൊക്കെയാണ് അൻവർ നടത്തിയ തുറന്നു പറച്ചിലുകൾ, ആരോപണങ്ങൾ, അതിനോട് പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും നിലപാട് എന്തായിരുന്നു, എങ്ങനെയാണ് അവർ പ്രതികരിച്ചത് എന്നൊന്ന് നോക്കാം. അൻവർ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഇവയാണ്. സെപ്റ്റംബർ 1 തീയതിയാണ് തുടക്കം. ADGP MR അജിത് കുമാർ ക്രിമിനലാണ്. സൈബർ സെല്ലിനെ ഉപയോഗിച്ച് പ്രമുഖരുടെ ഫോൺ ചോർത്തിയ ആളാണ് അൻവർ. സ്വർണ്ണ പൊട്ടിക്കൽ സംഘത്തെ സഹായിച്ചു എന്നും പറയുന്നു. അജിത് കുമാർ ദാവൂദ് ഇബ്രാഹിമിനെ മാതൃകയാക്കുന്ന കുറ്റവാളിയാണ് എന്നും അൻവർ പറഞ്ഞുവെച്ചു. സെപ്റ്റംബർ 1 തീയതി മാമി തിരോധാനമാണ് അൻവർ തുറന്നുവിട്ട മറ്റൊരു ഭൂതം. മാമി തിരോധാനത്തിലെ അന്വേഷണം അട്ടിമറിച്ചു, അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു, P ശശിയെ വിശ്വസിച്ച് മുഖ്യമന്ത്രി കാര്യങ്ങൾ ഏൽപ്പിച്ചു, ശശി ഉത്തരവാദിത്തം നിർവഹിച്ചില്ല എന്നിങ്ങനെയുള്ള പരാതികളാണ് അൻവർ ഉന്നയിച്ചത്. പോലീസിൽ മുഖ്യമന്ത്രി പറയുന്നതിനപ്പുറം പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുണ്ട് എന്നും അൻവർ പറയുന്നു. അൻവർ സെപ്റ്റംബർ 2 പറഞ്ഞത് സോളാർ കേസ് അട്ടിമറിച്ചത് MR അജിത് കുമാർ ആണെന്നാണ്. കവടിയാറിൽ ADGP കൊട്ടാര സമാനമായ ഒരു വീട് വയ്ക്കുകയാണ്. ഇതിന് മറുപടിയുമായി MV ഗോവിന്ദൻ രംഗത്ത് വരുന്നു. MV ഗോവിന്ദന്റെ മറുപടി നമ്മൾ കാണുന്നു. അൻവറിന്റെ പരാതി ഗൗരവമുള്ളത് എന്നായിരുന്നു MV ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറിയുടെ ആദ്യ പ്രതികരണം. സെപ്റ്റംബർ 4 തീയതി വീണ്ടും എത്തിയ അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ. മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് പ്രവർത്തകർക്കിടയിൽ ഇടിഞ്ഞുവെന്നായിരുന്നു അൻവറിന്റെ തുറന്നടിക്കൽ. മുഖ്യമന്ത്രിയുടെ ജനപ്രീതി ഇടിഞ്ഞത് പോലീസ് കാരണമാണെന്നും അൻവർ പറഞ്ഞു. സെപ്റ്റംബർ 6 ആയപ്പോൾ P ശശി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയെന്ന് തുറന്നടിച്ചു അൻവർ. പോലീസ് സ്റ്റേഷനുകളിൽ മാഫിയ രൂപപ്പെട്ടു, ശശിയുടെ നടപടി മൂലം പാർട്ടി വോട്ടുകൾ ചോർന്നു എന്നൊക്കെ അൻവർ പറഞ്ഞുവെച്ചു. അപ്പോൾ വീണ്ടും MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നു. സെപ്റ്റംബർ 6 തീയതി എല്ലാ പരാതികളും പാർട്ടി പരിഗണിക്കുമെന്നായിരുന്നു MV ഗോവിന്ദന്റെ മറുപടി. ആര് തെറ്റ് ചെയ്താലും കർശന നടപടിയുണ്ടാകും, പാർട്ടി തലത്തിൽ അന്വേഷണം ആവശ്യമെങ്കിൽ നടത്തുമെന്നും പറഞ്ഞ് അൻവറിനെ ഒന്ന് തണുപ്പിക്കാൻ MV ഗോവിന്ദൻ നോക്കി. തൊട്ടടുത്ത ദിവസവും അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. സെപ്റ്റംബർ 7 തീയതി തൃശൂർ പൂരം കലക്കിയത് ADGP MR അജിത് കുമാർ എന്നാണ് അൻവർ അന്ന് തുറന്നടിച്ചത്. സെപ്റ്റംബർ 12 മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ അൻവർ ADGP RSS കൂടിക്കാഴ്ചയുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിയത് P ശശിയാണെന്ന് തുറന്നടിച്ചു. വിശ്വസിച്ചവർ തന്നെ ചതിച്ചോ എന്ന് മുഖ്യമന്ത്രി പരിശോധിക്കണമെന്നും അൻവർ തുറന്നു പറയുന്നു. തൊട്ട് പിന്നാലെയുള്ള ദിവസങ്ങളിലൊക്കെ മൗനമായിരുന്നു. സെപ്റ്റംബർ 21 വീണ്ടും അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നത്. അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, അന്നാണ് മുഖ്യമന്ത്രി മൗനം മുറിക്കാൻ തീരുമാനിച്ചിരുന്നത്. ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് P ശശിയാണ്. ശശിയുടെ നടപടികൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി. ശശി സ്വർണ്ണക്കടത്ത് സംഘത്തിൽ നിന്ന് പങ്കുപറ്റുന്നുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപ് അൻവർ തുറന്നടിച്ചത്. പിണറായി വിജയന്റെ വാർത്താസമ്മേളനം സെപ്റ്റംബർ 21 തീയതി രാവിലെ 11 മണിക്ക് നടക്കുന്നു. P ശശിക്കെതിരെ ഒരു അന്വേഷണവും ആവശ്യമില്ല എന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. ആരോപണങ്ങൾ അവജ്ഞയോടെ തള്ളുന്നുവെന്നായിരുന്നു അൻവറിനുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി. അൻവറിന്റേത് ഇടത് പശ്ചാത്തലമല്ല, അൻവർ വന്ന വഴി കോൺഗ്രസിന്റെ വഴിയാണ് എന്നൊക്കെ പറഞ്ഞ് അൻവറിനെ ഇടിച്ചു താഴ്ത്തുന്ന തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വെച്ചത് ഈ മാസം 21 തീയതിയാണ്, 4 ദിവസം മുൻപ്. CPIMന്റെ പ്രസ്താവന തൊട്ടടുത്ത ദിവസം വന്നു. നേരത്തെ പരിശോധിക്കുമെന്നൊക്കെ പറഞ്ഞ പാർട്ടിയുടെ നിലപാട് മാറുന്നതാണ് നമ്മൾ കണ്ടത്. അൻവറിന്റെ നിലപാട് പാർട്ടി ശത്രുക്കൾക്ക് ആയുധമായി മാറുന്നു എന്നാണ് സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന വന്നത്. ആരോപണങ്ങൾ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന അൻവറിന്റെ രീതിയോട് പാർട്ടിക്ക് യോജിപ്പില്ല എന്നും പാർട്ടി പറഞ്ഞു. പാർട്ടിയെ ദുർബലപ്പെടുത്തരുത് എന്ന് അൻവറിനോട് അഭ്യർത്ഥിച്ചുകൊണ്ടായിരുന്നു ആ വാർത്താക്കുറിപ്പ് അവസാനിച്ചത്. അതിന് മറുപടി അൻവർ അപ്പോൾ തന്നെ കൊടുത്തു. പരസ്യ പ്രസ്താവന ഞാൻ നിർത്തുകയാണ്. പാർട്ടിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ ഇടതുപക്ഷത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് നോക്കിയിരിക്കുന്നവർ നിരാശരാകുമെന്ന് പറഞ്ഞ് പാർട്ടിക്ക് വഴങ്ങുന്ന ഒരു അൻവർ ആണ് എന്ന പ്രതീതിയാണ് 22 തീയതി അൻവർ കൊണ്ടുവന്നത്. തൊട്ടടുത്ത ദിവസം പക്ഷേ അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുന്നതിന് മുൻപ് ചെയ്ത ഒരു കാര്യമുണ്ട്. മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഫേസ്ബുക്ക് കവർ ചിത്രം, ആ കവർ പിക്ചർ അങ്ങ് ഒഴിവാക്കി PV അൻവർ. അത് എന്തിന്റെ സൂചനയാണ് എന്നതറിയാൻ നമ്മളിങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് PV അൻവർ അജിത് കുമാറിനെതിരെ വീണ്ടും തുറന്നടിക്കുന്നത് നമ്മൾ കാണുന്നത്. MR അജിത് കുമാർ പോലീസ് സേനയ്ക്ക് പറ്റുന്ന വ്യക്തിയല്ല. പൂരം കലക്കൽ അന്വേഷണം ഹെഡ്മാഷിനെതിരായ പരാതി പ്യൂൺ അന്വേഷിക്കുന്നത് പോലെയാണ് എന്ന് അൻവർ തുറന്നടിച്ചു. MV ഗോവിന്ദന്റെ പ്രതികരണം വന്നു. ശശിക്കെതിരായ ആരോപണങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല, ഗൗരവമായി പരിഗണിക്കേണ്ടതല്ല, അൻവർ അച്ചടക്കം പാലിക്കണമെന്ന് പറഞ്ഞ് അൻവറിനെ പൂർണ്ണമായും തള്ളി. അതിനുശേഷമാണ് അൻവർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് രാവിലെ ഇട്ടത്. വിധേയത്വത്തിനപ്പുറമാണ് ആത്മാഭിമാനം എന്ന് അൻവർ പറയുന്നത് പാർട്ടിയോടും മുഖ്യമന്ത്രിയോടുമാണ്. നീതിയില്ലെങ്കിൽ നീ തീയാകണം എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം കത്തിജ്വലിച്ചു നിൽക്കാൻ അൻവർ തീരുമാനിക്കുന്നു എന്ന് വേണം ആ പോസ്റ്റിൽ നിന്ന് മനസ്സിലാക്കാൻ. ADGPക്കെതിരായ അന്വേഷണം പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശ വന്നല്ലോ. അതൊക്കെ ചോദിക്കുമ്പോൾ ഇതൊക്കെ ഈ 2024 ഏറ്റവും വലിയ തമാശയല്ലേ എന്നാണ് PV അൻവർ ചോദിച്ചു വെച്ചത്. ഇതൊക്കെയാണ് ഇതുവരെ സംഭവിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് ഇതിൽ എന്തൊക്കെ വിഷയങ്ങളിലാണ് അൻവർ ഇന്ന് കൂടുതൽ തുറന്നു പറയാൻ പോകുന്നത് എന്നതാണ് അറിയേണ്ടത്. നമുക്ക്